നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAEയുടെ ഒരു നിർണായക തീരുമാനം, ആ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. ജീവനക്കാർക്ക് സമയബന്ധിതമായി ശമ്പളം നൽകാത്ത ചെറുകിട ഇടത്തരം കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. 5 തരം നിയമലംഘനങ്ങൾ നടത്തുന്ന കമ്പനികളുടെ ലൈസൻസാണ് റദ്ദാക്കുക. തൊഴിലാളികളുടെ ശമ്പളം ധനകാര്യ സ്ഥാപനങ്ങൾ വഴി നൽകുന്ന വേതന സുരക്ഷാ പദ്ധതി നടപ്പാക്കാതിരിക്കുക, സ്പോൺസറുടെ കീഴിലല്ലാതെ തൊഴിലാളികളെ മറ്റിടങ്ങളിൽ ജോലി ചെയ്യിപ്പിക്കുക, മന്ത്രാലയത്തെയോ ബന്ധപ്പെട്ട വകുപ്പിനെയോ അറിയിക്കാതെ സ്ഥാപനം വിൽക്കുകയോ നടത്തിപ്പ് കൈമാറുകയോ ചെയ്യുക, 50 ജീവനക്കാരിൽ കൂടുതലുള്ള കമ്പനിയിൽ സ്വദേശി മാനേജർ ഇല്ലാതിരിക്കുക എന്നീ കുറ്റങ്ങളും ലൈസൻസ് റദ്ദാക്കാനുള്ള കാരണങ്ങളാണെന്ന് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം പ്രവാസികൾക്ക് അനുകൂലമായ മറ്റൊരു വിവരം പുറത്തുവന്നിരുന്നു. അതായത് UAE പൗരന്മാരുടെ പാസ്പോർട്ട് കാലാവധി 10 വർഷമാക്കി ഉയർത്തിയതായി എമിറേറ്റ്സ് പാസ്പോർട്ട് അതോറിറ്റി അറിയിച്ചിരുന്നു. ഇന്നലെ മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വന്നു. ഇന്നലെ മുതൽ അപേക്ഷിക്കുന്ന 21 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള പൗരന്മാർക്ക് പുതിയ സേവനം ലഭ്യമാണെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അധികൃതർ അറിയിച്ചിരുന്നു. 2024 മാർച്ചിൽ UAE ക്യാബിനറ്റ് എടുത്ത തീരുമാനത്തിനോടനുബന്ധിച്ചാണ് ഈ നടപടി. സാധാരണയായി 5 വർഷമായിരുന്നു പാസ്പോർട്ടിന്റെ കാലാവധി. 5 വർഷം കൂടുമ്പോൾ പാസ്പോർട്ട് പുതുക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പൗരന്മാരുടെ സമയനഷ്ടം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കാലാവധി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നടപടി അധികൃതർ എടുത്തത്. നിലവിൽ കാലാവധിയുള്ള പാസ്പോർട്ട് പുതുക്കുന്ന സമയത്ത് അവർക്ക് 10 ലക്ഷം കാലാവധിയുള്ള പാസ്പോർട്ട് അനുവദിക്കും. UAE പൗരത്വം കിട്ടിയ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികളുടെ പാസ്പോർട്ടും ഈ കാലയളവിലേക്ക് പുതുക്കും. മബ്രൂക്ക് മായാക് എന്ന പ്ലാറ്റ്ഫോമിലൂടെ അപേക്ഷിച്ചാൽ നവജാത ശിശുക്കളുടെ ജനന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, എമിറേറ്റ്സ് ID എന്നിവ ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു.